पंद्रह अध्याय 12वां अध्याय का 20 തൊട്ടുള്ള വാക്യങ്ങൾ उसका 20वां वचन से हम देखेंगे. അവിടെ പെരുന്നാളിന് നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. അവർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. हम देखते हैं उधर कोई यूनानी लोग थे जो यीशु को देखने बहुत चाहत रखते थे. അവരങ്ങനെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 26 വരെ 30 से 26 तक हम पढ़े. മലയാളത്തിൽ ഞാൻ വായിക്കാം. പെരുന്നാളിന് നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബേത്സയിദക്കാരായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എന്നിങ്ങനെ എനിക്ക് ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇവിടെ ചില യവനന്മാര് വന്ന് യേശുക്രിസ്തുവിനെ കാണണമെന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഫിലിപ്പോസിന്റെ അടുത്ത് വന്ന് പറയുന്നു. ഫിലിപ്പോസ് അന്ത്രയോസിനോട് ചെന്ന് കർത്താവിനോട് പറയുന്നു. इधर हम देखते हैं कि फिलिपोस को आकर कोई यूनानी लोग इस तरह कहते हैं कि हमें यीशु को देखना है. तो फिलिपोस और अंद्रियोस मिलकर यीशु को कहता है कि कुछ लोग आए हैं, आप समझें. ഇവിടെ കർത്താവ് പറയുന്ന മറുപടി അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറുപടി അവിടെ പറയുന്നു. लेकिन इधर परमेश्वर मसीह जब भी उत्तर देता है, इधर कोई संबंधित नहीं रखता वो उत्तर से. പക്ഷെ ഇത് വായിക്കുന്ന നമുക്ക് അങ്ങനെ തോന്നും, ഇത് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണല്ലോ സംസാരിക്കുന്നതാണ്. हमें ऐसा लगता है कि ये तो मसीह को क्या पूछा गया है, लेकिन मसीह क्या उत्तर दे रहा है. इस तरह कोई अनरिलेटेड उत्तर मसीह देता है, ऐसा हमें लगता है ये पढ़कर. എന്നാൽ അവിടെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, 23-ാം വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. उधर हम देखते हैं 23वें वचन में, इस पर यीशु ने उनसे कहा, वह समय आ गया है कि मनुष्य के पुत्र की महिमा हो. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട്, അത് പറഞ്ഞിട്ടാ പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന്. फिर हम देखते हैं वचन 24 में, मैं तुमसे सच सच कहता हूँ कि जब तक गेहूं का दाना भूमि में पड़कर मर नहीं जाता, वो अकेला रहता है, परंतु जब मर जाता है तो बहुत फल लाता है. ഇവിടെ കർത്താവിന് അറിയാം തന്റെ മരണസമയം അടുത്തു എന്നുള്ളത്. തന്റെ മരണസമയമാണ്, തന്റെ മരണത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ ഓർക്കുന്നത്, പറയുന്നത്. हमें पता है, प्रभु को अच्छी तरह से पता है कि उनका मृत्यु का जो दिन है बहुत नजदीक आ पहुंची है. तो मृत्यु का कुछ बातें जो इधर वो कहता है, കാരണം താൻ തന്റെ മരണം കൊണ്ട് മാത്രമേ ഒരു അന്യജാതിക്കാരനായ ഒരുവന് പ്രയോജനമുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. तो उनके मृत्यु के द्वारा ही एक अन्य जाति व्यक्ति को भी फायदा पहुंचता है करके ये वचन के द्वारा हम देखते हैं. കാരണം കർത്താവ് വന്നത് ഇസ്രായേലിന്റെ നടുവിൽ, ഇസ്രായേൽ എന്ന സ്വന്തം ജനത്തിന്റെ നടുവിലേക്കാണ് വന്നത്. देखते हैं कि प्रभु यीशु मसीह उतर आया तो इजरायली लोगों के बीच में आया, उनके खुद के लोगों के बीच में. ഇസ്രായേൽ എന്ന ജനത്തിന്റെ നടുവിൽ വന്ന് കർത്താവ് സഞ്ചരിച്ചതും ഇസ്രായേലിൽ മാത്രം, യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് പ്രവർത്തിച്ചത്. और हमें पता है कि मसीह जिधर जिधर गया है वो भी इस्राएलियों के बीच में ही, यहूदियों के बीच में ही चल पड़ा. ഈ സുവിശേഷം പറയുമ്പോൾ കർത്താവ് അയക്കുന്ന ശിഷ്യന്മാരും അവരോടും പറയുന്നത്, നിങ്ങളുടെ ഈ ദേശത്ത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പോകണമെന്നാണ് പറയുന്നത്.
हम देखते हैं जब ये सुसमाचार बांटने के विषय में भी, जब ये समाचार बांटने वक्त वो शिष्यों को भी कहता है कि तुम यही देश पर चलकर मेरा समाचार बांटो, കാരണം അവർക്കാണ് ഈ മശിഹായെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് അവർക്കാണ് അറിയാവുന്നത്. അല്ലെങ്കിൽ മശിഹ അവരുടെ ഇടയിൽ വരുമെന്ന് അവരുടെ ഇടയിലാണ് അത് അറിയാവുന്നത്. क्योंकि वे लोगों को पता है कि यीशु मसीह किन लोगों के बीच में आया है, किसके बीच में आता है करके वे लोगों को अच्छी तरह से पता है. എന്നാൽ ക്രിസ്തു ജാതികൾക്ക് എങ്ങനെയാണ് അവനെ ലഭിക്കുന്നത്? അത് അവന്റെ മരണമടക്ക പുനരുത്ഥാനത്തിലൂടെ മാത്രമേ ജാതികൾക്ക് അവനെ ലഭിക്കുകയുള്ളൂ. लेकिन ये मसीह जातियों को किस तरह वो वेलकम करता है, जातियों के बीच में किस तरह आ जाता है करके हम देखे जाए तो सिर्फ और सिर्फ उनके मृत्यु के द्वारा ही वो जाता है. കാരണം അതുകൊണ്ടാണ് യവനന്മാർ അവിടെ വരുമ്പോൾ അവരോട് പറയുന്നത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. इसके लिए हम देखते हैं जब भी मसीह ने यूं कहा कि मनुष्य पुत्रों को महिमा में आने का समय हो चुका है. അതിന്റെ 7:39 ബി പാർട്ടിലും പറയുന്നുണ്ട്. उसका 7 का 39 का बी पार्ट में भी हम देखते हैं. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൻ ആത്മാവ് വന്നില്ലായിരുന്നു. അപ്പോൾ കർത്താവ് അവൻ തേജസ്കരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മാവ് വരികയും ആത്മാവ് വന്നെങ്കിൽ മാത്രമേ ഈ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവർക്ക് ബോധം വരുത്തുകയും ചെയ്യും. हमें पता है कि यीशु अब तक अपनी महिमा को नहीं पहुंचा था, जिसके वजह से आत्मा नहीं आया था करके हम देखते हैं. तो आत्मा अगर उतर आना है तो यीशु मसीह की महिमा होना जरूरी है. और हम देखते हैं कि आत्मा जब आता है तभी वो पाप के विषय में, न्याय के विषय में और धार्मिकता के विषय में हमें बोध दिलाता है. അവർക്ക് എന്നെ ഒരു ഭാഗ്യമായ രീതിയിൽ ലഭിക്കണമെന്നല്ല അവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പുറമെ അല്ലെങ്കിൽ ഒരു ബാഹ്യമായ ഒരു അറിവോ ജഡത്തിൽ അറിയാനല്ല. കർത്താവിനെ അവർക്ക് ലഭിക്കണം. തന്നെ എങ്ങനെയാണ് അവർക്ക് ലഭിക്കേണ്ടത്? അവർ കാണണമെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും അവർക്ക് ജീവനായിട്ട് അവനെ ലഭിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. तो एक बाहरी रूप से प्रभु को सिर्फ देखना ये ही नहीं परमेश्वर का मकसद है, लेकिन ये मकसद है कि उनके अंदर आकर उनको जीवन देने वाला एक व्यक्ति बन जाए. वो जीवन से वो लोग उनको जाने करके ये उनका इच्छा था. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് 14 അധ്യായത്തിൽ. और उनके शिष्यों को कहता है 14वां अध्याय में 18 അധ്യായത്തിൽ 18 വാക്യത്തിൽ പറയുന്നു. 14:18 14 का 18 में ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞുവെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. हम देखते हैं मैं तुम्हें अनाथ ना छोड़ूंगा, मैं तुम्हारे पास आता हूँ. और थोड़ी देर रह गई है कि फिर संसार मुझे ना देखेगा, परंतु तुम मुझे देखोगे इसलिए कि मैं जीवित हूँ, तुम भी जीवित रहोगे. കാരണം ഇന്ന് നമുക്ക് അറിയാം, യഥാർത്ഥമായിട്ടും ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് പോലും യേശു ക്രിസ്തുവിനെ അറിയില്ല യഥാർത്ഥത്തിൽ. हमें पता है कि जो लोग कहते हैं कि वो मसीहा लोग हैं, लेकिन वे लोगों को भी सच्ची मसीह कौन है, मसीहा का पहचान नहीं है वे लोगों के बीच में. അവര് ഈ യവനൻ കർത്താവിനെ കാണാൻ വന്നതുപോലെ അവർക്കും അറിയാം ഒരു യേശു ഉണ്ടെന്നും ഒരു യേശു ലോകത്തിൽ ജീവിച്ചെന്നും. അങ്ങനെ ആ ഒരു നിലയിൽ മാത്രമേ അവർക്കും അറിയൂ. യഥാർത്ഥമായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളത് അവർക്കൊന്നും അറിയത്തില്ല. जिस तरह वो यूनानी यीशु को देखने आया, उसी तरह ये आजकल के मसीहा लोग जिसको सिर्फ पता है मसीह कौन है, मसीह क्या है करके अच्छी तरह से ग्रहण या उनका काम क्या है, वो क्यों आया है, उनका क्या मकसद है, ये सारे बातें वे लोग अभी भी नहीं पता. ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരൻ ഒരാളോട് ചോദ്യം ചോദിക്കുന്ന കേട്ടു, പിന്നെ യേശു ക്രിസ്തു ദൈവമാണെന്ന് എന്താണ് തെളിവ്? യേശു ക്രിസ്തു സ്നേഹമാണെന്ന് എന്താണ് തെളിവ്? ഇങ്ങനെയൊക്കെയും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരനെ എന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുവാൻ ഞാൻ ഇടയായി. तो मुझे ऐसा मौका मिला कि एक युवक, एक व्यक्ति
जो इस तरह पूछ रहा था एक परमेश्वर का दास को कि यीशु मसीह ही है जो सच्चा परमेश्वर और यीशु मसीह ही है वो प्यार करने वाला और सच्चा प्यारी यीशु मसीह है, इस तरह का जो प्रकटीकरण का सबूत क्या है? അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞ ലോകം എന്നെ കാണത്തില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. इधर बहुत स्पष्ट रीति से प्रभु कहता है कि ये संसार मुझे न देखेगा लेकिन तुम मुझे देखोगे. ഇന്ന് കർത്താവിനെ യഥാർത്ഥമായിട്ട് കാണുന്നത് സഭയാണ്. അല്ലെങ്കിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആർക്കും കർത്താവിനെ കാണാൻ കഴിയില്ല ഇതുവരെ. तो आज अभी मंडली ही है वो एक जगह जिधर जो इकट्ठे हुए लोग जो लोग मसीह को सचमुच देखते हैं, और जो मंडली में नहीं है, मंडली का भाग नहीं है, वो सच्ची में मसीह को नहीं देख रहे. അവന്റെ മരണം നമുക്ക് വേണ്ടി അല്ലെ നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി ആയിരുന്നു എന്നുള്ള ബോധ്യമില്ലാത്ത ആർക്കും കർത്താവിനെ കാണാൻ കഴിയില്ല. और उनका मृत्यु जो है वो हमें अनंत काल का जीवन देने के लिए वो मार्ग बन गया करके जब तक कोई नहीं देखता तो हमें नहीं समझ आएगी वो बात. കാരണം ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പാപത്തിന്റെ പരിഹാരം വരുത്തി അവരെ പൂർണ്ണമായിട്ട് ഒരുവന് രക്ഷ ചെയ്തുവെന്ന് ബോധ്യം വരുന്ന ആർക്കാ? അവർ ഒരു രക്ഷകനെ ആവശ്യമുള്ള അല്ലെ തന്റെ പാപത്തെ കുറിച്ച് ബോധമുള്ളവർക്കാ. तो वैसा कौन सा व्यक्ति है जिसको बोध्य में आता है कि मसीह उनके लिए मरा है और उनके लिए जी उठा है करके? इस तरह का सचमुच जो बोध्य है वो ऐसे किस लोगों को आता है? वो वही लोगों को आएगा जो व्यक्ति वो समझ पाता है कि मसीह जो है वो उनके लिए मरा है. തന്റെ പാപത്തെ കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ കർത്താവിനെ അറിയാൻ കഴിയുക? और जो व्यक्ति के विषय में जिसको पाप का कोई बोध्य नहीं है, वो व्यक्ति किस प्रकार ये मसीह को जानेगा? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ അത് വളരെ വിളവുണ്ടാകും, വളരെ ഫലം കായ്ക്കും. इसके लिए प्रभु कहता है अगर वो गेहूं अगर ये भूमि में गिर पड़ता है तो बहुत सारा फल वो उत्पन्न करता है. അത് ക്രിസ്തുവിൽ ക്രിസ്തു മരിച്ച ആ ഫലം അത് വെളിപ്പെടുന്നത് ആർക്കാ? സഭയിലാണ് ഇന്ന് അതിന്റെ ഫലം വെളിപ്പെടുന്നത്. तो ये मसीह जो गिरकर इस तरह भूमि में गिरकर वो मर चुका है करके इसका बोध्य किन लोगों को मिलता है? वो मंडली में जो लोग हैं वो लोगों को मिलता है. അതാണ് അവൻ മരിച്ച് എഫേസ്യ ലേഖനം 1:1 20 വാക്യത്തിൽ 20-23 വരെ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എഫേസ്യർ 1:20-23 വരെ. एफेसियों 1 का 20 से 23 तक हम देखते हैं कि इस प्रकार वो उनमें भी पूरी तरीके से परिपूर्ण हुआ करके हम देखते हैं. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മറ്റവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. हम पढ़ते हैं 20, 21, 22, 23 की जो उसने मसीह के विषय में किया कि उसको मरे हुए में से जिलाकर स्वर्गीय स्थानों में अपनी दाहिनी और सब प्रकार की प्रधानता और अधिकार और सामर्थ और प्रभुता के और हर एक नाम के ऊपर जो न केवल इस लोक में पर आने वाले लोक में भी लिया जाएगा बैठाया, और सब कुछ उसके पांव तल कर दिया और उसके सब वस्तुओं पर शिरोमणि ठहराकर कलीसिया को दे दिया है. यह उसकी देह है और उसकी परिपूर्णता है जो सब में सब कुछ पूर्ण करता है. നമുക്ക് ഇന്ന് നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാ. കാരണം ലോകത്തിന് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. അവരുടെ പ്രത്യാശ കർത്താവല്ല. കാരണം ക്രിസ്ത്യാനികളെന്ന് പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ അവർ ക്രിസ്ത്യാനികൾ.
हमारा आशा जो है वो मसीह है, क्योंकि आज संसार में अगर हम कोई मसीहा लोगों को देखते हैं, सिर्फ वो नामदायक मसीहा लोग हैं जो कहते हैं कि वो मसीहा, लेकिन सचमुच नहीं है। കാരണം നമ്മൾക്ക് ഈ ഇങ്ങനെ ചില ചെറിയ ചെറിയ കൂട്ടം അല്ലെങ്കിൽ ചുരുക്കം ചിലരുമാണ് യഥാർത്ഥമായിട്ടും കർത്താവിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കർത്താവ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും കർത്താവ് ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കുവാനാണെന്നുള്ള ബോധ്യമുള്ളത് കുറച്ചു പേർക്ക് മാത്രമേ കാണൂ. क्योंकि ऐसे बहुत से कम लोग हैं जिसको ये ज्ञान है कि प्रभु यीशु मसीह उनके लिए मारा गया है और प्रभु का जो जीवन है वो उनके लिए बिताया गया है करके, ये जो ज्ञान जो है बहुत कम से कम लोगों के बीच में ही है। കാരണം അനേകർ മറ്റുള്ള രീതിയിലാണ് അവര് കർത്താവിനെ കാണുന്നത്, അല്ലെ ഒരു ദൈവത്തെ കാണുന്നവര്, ക്രിസ്തുവിനെ കാണുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ അവരുടെ ഭൗമികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ രോഗം വരുമ്പോൾ, അവർക്കൊരു ദുഃഖം വരുമ്പോൾ, അവർക്കൊരു പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് അവർക്ക് ദൈവത്തെ ആവശ്യം. ഒരു കർത്താവിനെ ആ സമയത്താണ് അവർക്ക് ആവശ്യം. क्योंकि हम देखते हैं कि ऐसे बहुत सारे लोग हैं जो सिर्फ केवल और केवल कुछ बातों के विषय में वे लोग को मसीह चाहिए, या वो बातों के विषय जब भी आता है तभी वो मसीह के पास आता है। ऐसे बहुत से लोग को हम देखते हैं। എന്നാൽ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കർത്താവിനെ അന്വേഷിക്കുന്നവരല്ല. നമുക്ക് യഥാർത്ഥം ആ ജീവനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ട്. കാരണം അവന്റെ ജീവനാണ് നമ്മിലുള്ളത്. ആ ജീവനിലായതുകൊണ്ട് ആ ജീവനുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക്. लेकिन हम इस प्रकार का मसीह को नहीं देख रहे। हमें एक जीवन का संबंध रखता है हम वो मसीह के साथ, वो इसीलिए हम उसके साथ हम है करके हम देखते हैं। അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. वो हमारे लिए वो अपना जीवन दे दिया। ആ ജീവനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. अगर वो उनका जीवन दिया है तो ही वो हमें बचा सकता था। അല്ലാതെ കർത്താവ് എന്തുകൊണ്ടാ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവ് പല പ്രവൃത്തികളും ചെയ്തു, പല അത്ഭുതങ്ങളും ചെയ്തു. അവരോടൊക്കെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത് വെളിയിൽ ആരോടും പറയരുത്. എന്തുകൊണ്ടാ? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാ കർത്താവ് അങ്ങനെ പറയാൻ കാര്യം? मैं बहुत बार ऐसा सोचा है कि क्यों मसीह ऐसा कहता है कि तुम ये बात बाहर मत बोलो, क्योंकि कभी भी चंगाई देने के विषय में या कुछ अद्भुत बातें करने के विषय में प्रभु कहता है कि तुम ये विषय को बाहर मत बोलो। तो ये मैं बहुत बार सोचता था कि क्यों इस प्रकार प्रभु कहता है बार बार। കാരണം ഇത് കർത്താവ് മരിക്കണമെന്നുള്ളത് ദൈവേഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരത്തില്ല. അപ്പൊ കർത്താവ് അവന് ദൈവമാണെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും അവനെ ക്രൂശിക്കുമോ? क्योंकि ये मसीह क्रूस में मारा जाना वो हमारे पापों के लिए बहुत आवश्यक था। अगर ये परमेश्वर है, सच्चा परमेश्वर है करके लोगों को अच्छी तरह से बोधी आया तो कोई उसको मारेगा क्या? ഒരിക്കലും ചെയ്യത്തില്ല. ദൈവത്തിന്റെ പുത്രനാണ്, ദൈവമാണെന്ന് ഒരാൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് അവനെ ക്രൂശിക്കാൻ പറ്റത്തില്ല. क्योंकि अगर एक व्यक्ति समझ जाता है कि ये सचमुच परमेश्वर है और मसीह का पुत्र है, परमेश्वर का पुत्र है, तो सच्ची में कोई भी उनको क्रूस में नहीं लटकाएंगे। എന്നാൽ അവൻ അത്രത്തോളം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തത് അവനറിയാം, ഞാൻ മരിക്കേണ്ടത്. കർത്താവ് പലയിടത്തും പറഞ്ഞു, എന്നെ ഏൽപ്പിക്കും, അവരെന്നെ ഉപദ്രവിക്കും, അവരെന്നെ ക്രൂശിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. इसके लिए प्रभु अच्छी तरह से पता था, इसलिए प्रभु ने कहा कि वे लोगों के हाथों में, पापियों के हाथों में मुझे दिया जाएगा और वे लोग मुझे क्रूस पे चढ़ाएंगे, मुझे दर्द देंगे, दुख देंगे। इस प्रकार मैं वे लोगों के हाथ में वे लोगों के हाथ में मुझे परमेश्वर डालेगा करके इस प्रकार का जो बातें हैं हमेशा प्रभु करता था। അതുകൊണ്ട് നമ്മള് ഈ ഇങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച് ഇന്ന് അവൻ നമുക്ക് വേണ്ടി മഹാപുരോഹിതനും മധ്യസ്ഥനും മഹാപുരോഹിതനുമായിരിക്കുന്ന ദൈവസന്നിധിയിൽ. तो इस प्रकार वो हमारे लिए उनका जान दिया है और हमारे लिए वो मध्यस्थी कर वो हमारे लिए उधर पिता के दाहिने और बैठा है प्रियो। നമ്മുടെ പ്രത്യാശ ഇനി എന്താ? ഈ കർത്താവ് നമ്മളെ താൻ ആർക്ക് വേണ്ടി ജീവൻ കൊടുത്തുവോ, താൻ ആർക്ക് വേണ്ടി ജീവൻ കൊടുത്ത് വിലക്ക് വാങ്ങി അവരെ എടുക്കുവാൻ, അവരെ എതിരേൽപ്പാൻ വേഗം വരും. ആ പ്രത്യാശയാണ് ഇന്ന് നമുക്കുള്ളത്. क्योंकि जो व्यक्ति को उसने जीवन दिया है वो व्यक्तियों लोगों के लिए वो वापस दोबारा आने वाला है करके हम वो आशा में जीने वाले लोग हैं हम। അതുകൊണ്ട് എബ്രായ ലേഖനം 10:23 പറയുന്നത്,
इसके लिए हम देखते हैं इब्रानियों 10:13 में, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. इसके लिए हम देखते हैं 10:13 में हम देखते हैं, और उसी समय 10:23 ओके 10:23 में हम देखते हैं कि और अपनी आशा के अंगीकार को दृढ़ता से थामे रहे, क्योंकि जिसने प्रतिज्ञा किया है वह सच्चा है. എത്ര നല്ല വാഗ്ദത്തമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. कितना അവൻ വാഗ്ദത്തം നിറവേറ്റും. कितना बड़ा प्रतिज्ञा है प्रभु ने हमारे साथ किया है, और वो पूरा करेगा भाइयों. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം, തുടർന്ന് സംസാരിക്കുക. प्रभु की उपस्थिति में हम रहेंगे. Praise the Lord. Amen. Praise the Lord. നമ്മൾ കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മൾ കേട്ടോണ്ടിരിക്കുവായിരുന്നു. हम प्रभु के आशीषित वचन सुन रहे थे. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ വായിച്ചു, ചില യൗവനക്കാര് കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് കർത്താവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ കർത്താവ് അവരെ കാണാതെ ഒരു പ്രത്യേക രീതിയിലാണ് ഉത്തരം തരുന്നത് നമ്മൾ കേട്ടു. और हमने देखा कि यूहन्ना 12 में कि उधर कुछ लोग ऐसे थे जो यीशु को देखना चाहता था, लेकिन वे समय में प्रभु ने कुछ अलग तरीके से उत्तर दिया करके हम देखते हैं. നമുക്കറിയാം, നമ്മുടെ കർത്താവ് മനുഷ്യനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ യേശു ആയിരിക്കുന്ന സമയത്ത് അവന്റെ പ്രവൃത്തി വേറെയായിരുന്നു. हमें पता है जब भी वो यीशु था तभी उनका जो कार्य है वो बहुत अलग है. അതായത് അത് ഒരു സീമിക്കപ്പെട്ടതായിരുന്നു, ഇസ്രായേലിൽ മാത്രം വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. और वो बहुत सीमित रहता था, सिर्फ और सिर्फ इजरायलियों लोगों के बीच में वो रहता था. നമ്മള് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, मत्ती का सुसमाचार 10वां अध्याय में जब भी हम पढ़ते हैं, അതിന്റെ 5-ഉം 6-ഉം വാക്യത്തിൽ 5 और 6 जब भी हम पढ़ेंगे, മത്തായി സുവിശേഷം 10-ന്റെ 5-ഉം 6-ഉം മലയാളത്തിലും വായിക്കണേ. मत्ती का सुसमाचार 10वां अध्याय 5 और 6 पढ़े मलयालम में. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. हिंदी में पढ़ना. 5 और 6 कोई है भाई पढ़ने? yes. इन 12 को यीशु ने यह आज्ञा देकर भेजा कि अन्य जातियों की ओर न जाना और सामरियों के किसी नगर में प्रवेश न करना, परंतु इजराइल की घराने की खोई हुई भेड़ों के पास जाना. ഇവിടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ ആ 33 അല്ലെങ്കിൽ 3.5 വർഷത്തിന്റെ ശുശ്രൂഷ കർത്താവ് ഇവിടെ ഭൂമിയിൽ ചെയ്യുമ്പോൾ, इधर प्रभु यीशु मसीह का 3.5 साल का सेविका जब भी वो कर रहा था, ഈ ശുശ്രൂഷ അവൻ മൊത്തമായിട്ട് ഇസ്രായേലിന് വേണ്ടി മാത്രം കേന്ദ്രിച്ച് ചെയ്ത ഒരു ശുശ്രൂഷയാണ്. और उनका सेविका का केंद्र बिंदु हम देखते हैं सिर्फ इजरायलियों को नजर रखते हुए वो किया. അപ്പൊ അതാണ് നമ്മളിവിടെ 6-ാം വാക്യത്തിൽ വായിച്ചത്. അവൻ നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ ഭവനത്തിൽ ആളുകളായ ഇസ്രായേലിന്റെ ഭവനത്തിൽ മാത്രമേ പോവാവൂ, നിങ്ങൾ വേറെ എവിടെയും പോവല്ലേ. इसके लिए प्रभु कहता है परंतु इस्राएल के घराने की खोई हुई भेड़ों के पास जाना. ശമേരിയയിലും പോവല്ലേ, കാരണം ശമേരിയ യഹൂദന്മാർക്ക് ഒരു ബന്ധമില്ല. और तुम समरिया में के और ना जाना, क्योंकि समरिया और यहूदी के बीच में कोई रिश्ता नहीं रखता. അന്യജാതികളുടെ അവിടെ പോവല്ലേ, കാരണം അന്യജാതി എന്ന് പറഞ്ഞാൽ അവരുമായിട്ടും ഒരു ബന്ധമില്ലാത്ത, ഒരു ചത്ത രീതിയിൽ പോലെ നായ്ക്കളെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് അവർക്കായിട്ട് ബന്ധമില്ല. और अन्य जातियों के बीच में भी नहीं जाना, क्योंकि वे लोग भी एक कुत्ते के समान वे लोगों को देखा जाता था, यहूदी लोग. तो इस तरह के लोगों के बीच में भी जाना उचित नहीं है, नहीं जाना करके प्रभु कहता है. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസികൾ അല്ലെങ്കിൽ അന്യജാതികളായ നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നമുക്ക് കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഏത് ഭാഗമാണ് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കണം. जब भी इसके लिए अभी हम अन्य जाति के हम जब भी प्रभु के उपस्थिति में रहते हैं, हमारे विषय में प्रभु किस वचन इस्तेमाल करता है, बात करता है करके हमें अच्छी तरफ से ज्ञान होना चाहिए. തീർച്ചയായിട്ടും മൊത്ത ബൈബിൾ ഉൽപ്പത്തി തൊട്ട് റെവലേഷൻ വരെ, വെളിപ്പാട് വരെ ഉള്ള ബൈബിൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. ये तो सच्ची है कि उत्पत्ति से लेकर प्रकाशित वाक्य तक ये सारा वचन विश्वासियों के लिए ही है. എന്നാൽ എല്ലാം നമ്മൾ വചനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ വചനത്തിൽ ഒരു വിഭാജനമുണ്ട്. और लेकिन हम अगर वचन को सचमुच अगर हम ध्यान पूर्वक देखें
तो इसमें बहुत बड़ा एक बिटवारा है। അതാ നമ്മള് രണ്ട് തിമോത്തി പൗലോസ് തിമോത്തിനോട് ഒരു കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് അവിടെ. 2 തിമോത്തി അതിന്റെ 2-ാം അധ്യായം 15-ാം വാക്യം. दूसरा तिमोथी उसका 10:15 में हम देखते हैं, ഒരു ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അവൻ വചനത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള വിഷയത്തിൽ അവിടെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. एक परमेश्वर का एक जो मनुष्य है वो किस प्रकार ग्रहण करना चाहिए करके वो 15 वचन में हम देखते हैं। മലയാളത്തിൽ വായിക്കാവോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അവിടെ സത്യവചനത്തിനെ ശരിക്കും വിഭാജനം ചെയ്യണം എന്നാണ് വാക്ക് വരേണ്ടത്. और उधर सत्य वचन को सही रीति से उधर वचन को बांटना है या उसको समझना है, इस तरह आना चाहिए. नहीं, ठीक रीति से विभाजन करना चाहिए. ओके, അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ना. ओके, हम देखते हैं इंग्लिश में कि सही रीति से उसको विभाजन होना चाहिए वचन का. അതായത് നമുക്കറിയണം, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ചില ഭാഗം യഹൂദികൾക്ക് വേണ്ടി ഉദ്ദേശിച്ച് എഴുതിയതാണ്, ചില കാര്യങ്ങൾ ജാതികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുവാണ്. क्योंकि हमें समझना है कि कुछ बातें यहूदी के विषय में लिखा गया है और कुछ बातें अन्य जातियों के विषय में लिखा गया है. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ, अगर हम व्यवस्था के विषय में अगर हम कुछ पढ़ते हैं, നമ്മളിപ്പം ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ നമ്മളിപ്പം ചെയ്യുന്നുണ്ടോ? സഭയിലുള്ള വിശ്വാസികൾ ചെയ്യുന്നുണ്ടോ? क्या ये मंडली में जो व्यक्ति है, जो भाई लोग है, जो विश्वासी है, क्या ये व्यवस्था का कोई बातें करता है क्या? നമുക്കറിയാം നമ്മൾ ചെയ്യത്തില്ല, കാരണം അത് ഇസ്രായേലിനെ ഉദ്ദേശിച്ച് എഴുതുന്നതാണ്. हमें पता है कि ऐसा कोई नहीं करता, क्योंकि वो इजराइल घराने के विषय में, वे लोगों के विषय में प्रभु लिखा है. നമ്മൾ ആരും ആരാധനയിലെ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരുന്നില്ല, ആടിനെ കൊണ്ടുവരുന്നില്ല, അതിനെ ബലിയാക്കിയിട്ട് ദൈവത്തിന് ഇന്ന് ഹോം ബലി ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ആരും ചെയ്യുന്നില്ല. तो हम में से ऐसा कोई भी नहीं है कि आराधना में आकर हम एक मेमने को लेकर आते हैं, वध करते हैं और ये होम बलि करके चढ़ाते नहीं है. നമ്മൾ ആരിലും നമുക്ക് ഇന്ന് നമ്മൾ ഉത്സവം ആചരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം ക്രിസ്തു തന്നെയാണ് നമ്മുടെ ആ ബലി, ഉത്സവം അവൻ തന്നെയാണ് നമ്മുടെ ബലി. और हम आओ सब मिलकर उत्सव बनाते करके हम इस प्रकार नहीं कहते हैं, क्योंकि मसीह ही है हमारा सच्चा उत्सव करके हमें पता है. നമ്മളറിയാം, 1 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മള് ഫെസോന്റെ ഉത്സവത്തിൽ അവർ കൂടി വരുമ്പോൾ ക്രിസ്തു ആണ് നമ്മുടെ അറക്കപ്പെട്ട കുഞ്ഞാട്, ക്രിസ്തു ആണ് നമ്മുടെ ഫെസഹ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. और हमें पता है कि मसीही है वो सच्चा, वो फिसोन का मेमना करके हम 1 कोरिन्थी का 5वां अध्याय में हम देखते हैं. നമ്മൾ അതുകൊണ്ട് ഇപ്പം ബൈബിളിൽ നമ്മൾ വിഭാജനം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. मत्ती का सुसमाचार उसका 10वां अध्याय में इस प्रकार हम देखते हैं. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം ബൈബിൾ ഉൽപ്പത്തി തൊട്ട് റെവലേഷൻ വരെയുള്ള ബൈബിൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ചില കാര്യങ്ങൾ യഹൂദികൾക്ക് ഉദ്ദേശിച്ച് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ല. देखो, पूरा वचन जो है, बाइबल जो है, वो विश्वासियों के लिए लिखा है करके जब ये कहते समय में कुछ बातें इस प्रकार लिखा है जो यहूदी के विषय में ही लिखा है. तो यहूदी के विषय में जो बातें लिखा है, जब भी हम पढ़ते हैं तभी उसका जो सच्चा आशीष और आनंद है और उसमें जो आत्मिक आशीष है वो हमें नहीं प्राप्त होगा. നമ്മൾക്ക് ഉദാഹരണമായിട്ട് പുതിയ നിയമം എപ്പോഴാ തുടങ്ങിയേ? उदाहरण में नया नियम कभी शुरू हुआ? നമ്മള് പൊതുവായിട്ട് ആൾക്കാർ പറയും യേശു ക്രിസ്തുയുടെ ജനനത്തിലാണ് പുതിയ നിയമം തുടങ്ങിയെന്ന് ചിലവർ പറയാറുണ്ട്. हम देखते हैं कि बहुत सारे लोग इस तरह कहते हैं कि उनके जन्म से नया नियम चालू हुआ करके कहते हैं लोग. എന്നാൽ കർത്താവ് അവിടെ മേശ സ്ഥാപന ചെയ്യുമ്പോൾ, നമ്മൾ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ വരാം, അതിനു മുമ്പേ നമ്മൾ അതിന്റെ അതേ മത്തായി സുവിശേഷത്തിൽ നമ്മൾ കർത്താവ് അവിടെ മേശ സ്ഥാപിക്കുമ്പോൾ हम देखते हैं मत्ती का सुसमाचार 10वां अध्याय में जब भी प्रभु मेज स्थापना करता है. 10वां अध्याय में हम आएंगे. നമ്മൾ ആദ്യം 25-ാം അധ്യായത്തിൽ, ओके, मत्ती का सुसमाचार उसका 25वां अध्याय में, सॉरी 26 वर्स 28, 26 का 28 में हम देखते हैं. അവിടെ കർത്താവ് പറയുന്നത് ഇതാണ് എന്റെ പുതിയ നിയമത്തിന്റെ രക്തം എന്ന് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. पढ़े, क्योंकि ये वाचा का मेरा वह लहू है. नए नियम का लहू है, नए नियम का वाचा ऐसा करके आना चाहिए. ओके, हाँ, അതായത് ഹിന്ദിയിൽ അത് വന്നിട്ടില്ല. മലയാളത്തിൽ എങ്ങനെയാ? മലയാളത്തിൽ വായിക്കാവോ?
ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. പുതിയ നിയമത്തിന്റെ രക്തമാണിത്. ये नया वाचा का लहू है. അതപ്പോ ആ പുതിയ നിയമം എപ്പോഴാണ് സ്ഥാപനം ആകുന്നത്? तो ये नया नियम का स्थापना कभी होता है? നമ്മള് വായിക്കാം എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം, इब्रानियों का पुस्तक उसका 9वां अध्याय, അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 16-17 उसका 16 और 17 जब भी हम पढ़ते हैं, 9 का 16 और 17, 16, 17, 18 16, 17 और 18 മലയാളത്തിൽ വായിക്കാം. പുരുഷന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായകൊണ്ട് ഇല്ല, എബ്രായ ലേഖനം സോറി 9-ാം അധ്യായം 16, 17, 18 നിയമമുള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. മരിച്ച ശേഷമാണ് ഒരു നിയമം അത് സ്ഥാപനമാകുന്നത്. क्योंकि जहाँ वाचा बांधी गई है वहाँ वाचा बांधने वाले की मृत्यु का समझ लेना भी अवश्य है, क्योंकि ऐसी वाचा मरने पर पक्की होती है. അപ്പൊ മരണം മുഖാന്തരമാണ് ഒരു നിയമം സ്ഥാപിക്കണമെങ്കിൽ ആ നിയമം സ്ഥാപിക്കുന്ന വ്യക്തിക്ക് മരണം ആവശ്യമാണ്. तो अगर ये नया नियम का ये वाचा एक वाचा अगर पक्का होना है तो जो व्यक्ति ने ये वाचा बांधा है उसका मृत्यु आवश्य है. നമുക്ക് 18-ാം വാക്യത്തിൽ ആദ്യ നിയമം എങ്ങനെയാണ് തുടങ്ങിയത്? वचन 18 में हम देखते हैं पहला नियम किस तरह शुरू हुआ. ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. അപ്പൊ ഒരു പുതിയ ആദ്യത്തെ നിയമം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? രക്തം ചിന്തിയപ്പോഴാണ് തുടങ്ങിയത്. അതാണ് മോശ രക്തം എടുത്ത് ജനങ്ങളുടെ മേലും പഴയ നിയമത്തിലുള്ള എല്ലാം കാലിലും രക്തം തെളിച്ചപ്പോൾ ആ പഴയ നിയമം എന്ന ന്യായപ്രമാണമുള്ള നിയമം തുടങ്ങിയത്. तो हम देखते हैं पुराने नियम का भी शुरुआत एक लहू के द्वारा हुआ, जब भी एक मेमना को वध किया गया था और वो लहू का जो वो इस्तेमाल जो है मंदिर में भी लोगों में भी सब छिड़काया जाने के द्वारा एक नया एक पुराने नियम का एक शुरुआत हुआ करके हम देखते हैं. അപ്പൊ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ നിയമം കർത്താവിന് സ്ഥാപിക്കണമെങ്കിൽ കർത്താവിന്റെ ജനനത്താൽ അല്ല പുതിയ നിയമം തുടങ്ങിയത്, എന്നാൽ അവന്റെ മരണത്താലാണ് പുതിയ നിയമം തുടങ്ങിയത്. तो अगर एक नया नियम का वाचा अगर शुरू होना है तो उसका जो जन्म है वो नहीं हुआ, वो मुमकिन हुआ कि वो एक नया नियम का शुरुआत हो, लेकिन उसका मृत्यु ये मुमकिन हुआ कि एक नया नियम का वाचा शुरुआत करे. അതുകൊണ്ടാണ് കർത്താവ് പാനപാത്രം എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞ് ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ്. കാരണം ഇനിയും തൊട്ട് നിങ്ങൾ എപ്പോഴൊക്കെ മേശയുടെ സന്നിധിയിൽ വരുന്ന എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് കുടിക്കുമ്പോൾ ഇത് പുതിയ നിയമത്തിന്റെ രക്തമായിരിക്കും. इसके लिए प्रभु कहता है कि ये नया नियम का वाचा का लहू है, क्योंकि जब भी तुम इकट्ठे होते हैं मेरे नाम पर और ये मृत्यु के बारे में तुम सोचते हैं तो तुम ये नए नियम के वाचा पर तुम आ रहे हो. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള പ്രവൃത്തിയും പുതിയ നിയമത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ് നമ്മൾ വിഭാജനം നമുക്ക് മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞിട്ട്, അല്ലാതെ പെന്തക്കോസ്തിന്റെ ദിവസം തുടങ്ങിയിട്ടുള്ള ദിവസങ്ങൾ തൊട്ടാണ് നമുക്ക് കാണുന്നത് പുതിയ നിയമത്തിന്റെ സ്ഥാപനം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സഭയുടെ അവസ്ഥ നമ്മൾ കാണുന്നത്. और इस प्रकार हम नए नियम को हम विभाजना करते हैं कि नए नियम भी जो है उसका शुरुआत जो है मसीह के मृत्यु के बाद जो पेंतकोस्त के दिन से शुरुआत हुआ है वही है वो नए नियम का शुरुआत हम देखते हैं. അപ്പം പഴയ നിയമം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിന്റെ കാര്യങ്ങൾ അത് ജസ്റ്റ് ഒരു ഷാഡോ ആണ്, അതൊരു നിഴലാണ്. हम देखते हैं लेकिन पुराने नियम के सारे बातें जो है वो सिर्फ एक परछाई है. നമുക്കറിയാം ചില വിശ്വാസികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ എപ്പോഴും പഴയ നിയമത്തിന്റെ സങ്കീർത്തനവും ആ പ്രകാരമുള്ള പുസ്തകങ്ങളെ അവർക്ക് വായിക്കാൻ കൂടുതൽ താല്പര്യമുള്ളൂ. അതെന്തിനാ അങ്ങനെ? हम देखते हैं हमारे बीच में भी बहुत सारे लोग हैं जो इस तरह वो भजन संगीता ही सिर्फ कोई पढ़ते हैं. ऐसा क्यों है कि सिर्फ वे लोग वही पढ़ते हैं? കാരണം നമ്മള് പുതിയ നിയമത്തിന്റെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മുടെ കേന്ദ്രം പുതിയ നിയമത്തിന്റെ കാര്യമാണ്. കാരണം പഴയ നിയമം ഒരു നിഴലാണ്. നമ്മൾ നിഴലിനെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നിഴലുള്ള കാര്യങ്ങളെ നമുക്ക് ആ അവസ്ഥയിൽ ആ സ്ഥിതിയിലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ യാഥാർത്ഥ്യമായി ക്രിസ്തുവിനെ പഠിച്ചാലേ പൂർണ്ണതയിൽ നമ്മൾ എത്തുള്ളൂ. इसीलिए जब भी अगर हम कोई नए नियम के भी हम अभ्यास करते हैं तो वो नए नियम जो है सिर्फ एक परछाई है, तो परछाई को हम अभ्यास करें और परछाई में ही हम रह रहे. पुराना नियम एक परछाई है, पुराना नियम. हाँ, पुराना नियम. नया नियम जो है वो मसीह है और मसीह को ही हमें अच्छी तरफ से सीखना है तो ही
हमें अच्छी तरफ से जो है उसका नियम का जो वाचा जो बांधा गया है वो समझ आएगी। നമുക്ക് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ दूसरा कोरिन्थी उसका 3रा अध्याय में അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ ഒരു മരണത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. उधर हम देखते हैं एक मृत्यु का सेविका के विषय में हम देखते हैं 3:7 മലയാളത്തിൽ വായിക്കാം 3:7. കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾ അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ തേജസ്സുള്ളതായിരിക്കില്ലയോ? അത് മരണ ശുശ്രൂഷ എന്ന് എഴുതിയിട്ടില്ലേ? ഉണ്ട്. ആദ്യം അതാ मृत्यु की वाचा മരണ ശുശ്രൂഷ. അതൊരു മരണ ശുശ്രൂഷ. പഴയ നിയമത്തിന്റെ കാര്യങ്ങള് അത് എപ്പോഴും ഒരു മരണം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ ജീവൻ ഉത്പാദിക്കാൻ പറ്റത്തില്ല. तो हम देखते हैं कि मृत्यु का ये जो वाचा जो है वो पुराने नियम का बातें जो है वो एक मृत्यु लाता है, वो एक मृत्यु का वाचा है, उसमें जीवन का प्रभाव नहीं है. അതിനൊരു തേജസ് ഉണ്ടായിരുന്നു, एक समय में उसको एक महिमा था, എന്നാൽ ആ തേജസ് മാറിപ്പോകുന്ന തേജസ്സാണ്. लेकिन वो महिमा जो है वो हटने वाली. എന്നാൽ അങ്ങനെ പഴയ നിയമത്തിന്റെ ഒരു തേജസ്സിന് ഒരു ഇച്ചിരെങ്കിലും മൂല്യത ഉണ്ടെങ്കിൽ പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് എത്ര തേജസ് ഉണ്ടെന്നാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്. 8-9 വാക്യം. 8 और 9 हम देखते हैं. पढ़े. മലയാളത്തിൽ വായിക്കാവോ? तो आत्मा की वाचा और भी तेजोमय क्यों ना होगी, क्योंकि जब दोषी ठहराने वाली वाचा तेजोमय थी, तो धर्मी ठहराने वाली वाचा और भी तेजोमय क्यों ना होगी. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് ദോഷം തരുന്നത്, എപ്പോഴും കുറ്റം പറയുന്ന, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പൊ കുറ്റം പറയുന്ന ശുശ്രൂഷയ്ക്ക് നമ്മൾ സമയം കൊടുത്ത് അത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോയ കുറ്റമേ പറയത്തുള്ളൂ. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് നീതിയുടെ ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാവിന്റെ തേജസ്സും ജീവന്റെ ശുശ്രൂഷയാണ്. അതിൽ നമ്മൾ സമയം വിടുമ്പോഴാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. तो पुराने नियम का जो सेविका है वो दोष चढ़ाने वाला सेविका है. अगर हम पढ़ते रहेंगे तो हमारे ऊपर हमेशा दोष रहेगा. लेकिन जब हम नए नियम का सेविका के बारे में अधिक जानकारी हमें मिलेगा, वो एक धार्मिकता का सेविका है, वो एक धार्मिकता उसमें से प्रवाह होता है, तो हम वो ज्यादा हमें पढ़ना चाहिए. നമുക്ക് അതിന് 12 തൊട്ട് 15 വരെ വായിക്കാം മലയാളത്തില്. 12 से 15 तक जब भी अगर हम पढ़ते हैं. 2 Corinthians 3:20-50. യെസ്. ഈ വിധം പ്രത്യാശ ഉള്ളതായി ഞങ്ങൾ വളരെ ഭാഗ്യത്തോടെ സംസാരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അവിടെ ഒരു കാര്യം പറയാ. നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ഭയങ്കര പ്രത്യാശയോടെ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. इसके लिए हमें एक आशा रखकर कुछ बातें कहना है करके इधर प्रेरित पौल कहता है. പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതവണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അതുകൊണ്ട് പഴയ നിയമം വായിക്കുമ്പോൾ ഇപ്പോഴും ഒരു മൂടുപടമുണ്ട്, ഇപ്പോഴും ഒരു ഹൃദയ കഠിനത ഉണ്ട്. देखो पुराने नियम पढ़ते समय में अभी भी एक हृदय का कठोरता है और अभी भी एक पर्दा आया है उनके सामने करके हम देखते हैं. 15-ാം വാക്യം വായിച്ചു. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ആമേൻ. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴോ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അപ്പൊ 15-ാം വാക്യം പറയുന്നത് ഇന്ന് നമ്മൾ മോശയുടെ പുസ്തകം വായിച്ചാൽ ഇന്നും ഒരു മൂടുപടം ഉണ്ട്, ഹൃദയ കഠിനമാകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഒരു വിശ്വാസികളായ നമ്മൾ പുതിയ നിയമത്തിന്റെ സഭയുടെ ഭാഗമായ നമുക്ക് കൂടുതൽ സമയം നമുക്ക് പുതിയ നിയമത്തിന്റെ വിഷയത്തിലായിരിക്കണം നമ്മൾ സമയം കൊടുക്കേണ്ടത്. പഴയ നിയമത്തിന് കൊടുക്കല്ലേ എന്നല്ല. तो जो नया नियम विश्वासी होने के नाते हम जो है वो नए नियम के पुस्तकों को ज्यादा से ज्यादा समय इस्तेमाल करना चाहिए. इसका मतलब ये नहीं कि पुराने नियम के पुस्तकों को नहीं इस्तेमाल करना चाहिए, लेकिन हम इधर जैसे पढ़ते हैं वचन 15 में और आज तक अभी आज का समय का विषय में लिखा गया है कि तब जब कभी मूसा की पुस्तक पढ़ी जाती है तो उनके हृदय पर पर्दा पड़ रहा है. കാരണം ഈ പർദ്ദ മാറ്റിയത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലാണ് നമുക്ക് യഥാർത്ഥ വിടുതൽ കിട്ടിയത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിലാണ് നമുക്ക് സമയം കൊടുക്കേണ്ടത്. क्योंकि ये पर्दा जो है वो मसीह के मृत्यु के द्वारा हट चुकी है, तो मृत्यु के बाद वाला जो भी घटना है बातें है वो हमें अधिक जानकारी हमें प्राप्त करना है, समझना है.
നമുക്ക് ഞാൻ എന്റെ വാക്ക് പറയാൻ നിങ്ങൾ മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്രിസ്തു എന്നാ പറഞ്ഞ, യേശു അല്ല. ക്രിസ്തു എന്ന വ്യക്തി പ്രവൃത്തി വ്യത്യാസമുണ്ട്, യേശു എന്ന് പറയുന്ന വ്യക്തിന്റെ പ്രവൃത്തി വ്യത്യാസമുണ്ട്. देखो, अगर तुम ध्यान पूर्वक दे तो मैंने यीशु करके वचन नहीं बोला है, इधर मैं मसीह करके वर्ड इस्तेमाल कर रहा हूँ, क्योंकि मसीह का काम और यीशु का काम दो अलग अलग. നമ്മള് പൗലോസ് അപ്പോസ്തലന്മാര് പത്രോസ് അവന്റെ ആദ്യ ശുശ്രൂഷയിൽ സുവിശേഷം അവൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ പിതാവായ ദൈവം അവനെ ക്രിസ്തുവും അവന് കർത്താവും ക്രിസ്തു ആക്കിന നമ്മൾ അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. तो हम देखते हैं कि प्रेरितों का कार्य में हम देखते हैं कि जब पत्रोस उठकर कहता है कि जो तुमने क्रूस पे चढ़ाया हुआ इस यीशु को परमेश्वर ने प्रभु और मसीह करके ठहराया है करके हम देखते हैं. 2:38 നമ്മൾ 2:38 വായിക്കുമ്പോൾ അവന് ഇങ്ങനെ ഈ വിഷയത്തിലുള്ള അവൻ കർത്താവ് പ്രഭുവും ക്രിസ്തു ആക്കിയിരിക്കുവാണ് അവൻ. तो ये विषय के लिए उन्होंने ये प्रभु और मसीहा करके दर्जा दिया गया है. അപ്പൊ ഈ നിയുക്തി പുനരുദ്ധാനം കഴിഞ്ഞിട്ടുള്ള പദവിയാണ് യേശു ക്രിസ്തുവിനുള്ളത്. तो हम देखते हैं ये जो पदवी जो है, ये जो पद जो है वो पुनरुद्धान के बाद वाला पद है. നമ്മള് ന്യായപ്രമാണം പഠിക്കുമ്പോഴും ക്രിസ്തുവിന്റെ വചനങ്ങൾ പുതിയ നിയമം പഠിക്കുമ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കത്തില്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടത്തില്ല. तो अगर नए नियम के अगर ये बातों को ध्यान रखते हुए, नए नियम के बातों को अगर ध्यान रखते हुए अगर हम पुराने नियम के बातों को नहीं पढ़ता तो हमें जीवन नहीं आएगा. നമ്മളെ പേര് എന്തായിപ്പോ നമ്മള് ആ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ആ യൗവനക്കാര് വന്ന പോലെ അവരുടെ അവസ്ഥ പോലെയാവും. കർത്താവിനെ കാണാൻ പറ്റിയില്ല, എന്നാൽ കർത്താവ് എന്തോ പറഞ്ഞു അത് മനസ്സിലുമായില്ല. तो जैसे यूहन्ना का 12वां अध्याय में हमने देखा, जो यूनानी आया वो व्यक्ति यीशु को खोजने तो आया, लेकिन यीशु मसीह क्या बोलना चाहता था वो नहीं समझ पाया. കാരണം കർത്താവിന് അന്യജാതികൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ഒരു സമയം ഉണ്ടായിരുന്നു. क्योंकि अन्य जातियों के विषय में एक सेविकाई के लिए एक समय था. നമ്മള് മത്തായി സുവിശേഷം 15-ാം ന്യായപ്രമാണത്തിന്റെ ഒരു സീമ ഉണ്ടായിരുന്നു. हम देखते हैं मत्ती के सुसमाचार 15वां अध्याय में एक व्यवस्था को भी एक सीमा था. 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 10वां अध्याय में സോറി 11 ചാപ്റ്റർ 11 വേഴ്സ് 13 നമ്മൾ പഴയ നിയമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവിടെ നോക്കിക്കോ, അതിന്റെ 13-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? മലയാളത്തിൽ വായിക്കാമോ? 11:13 പഴേ. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. അപ്പൊ പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ ആ ഇഫക്റ്റ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ എഫക്റ്റ് എവിടം വരെ ഉണ്ടായിരുന്നു? यूहन्ना तक सारे भविष्यवक्ता और व्यवस्था भविष्यवाणी करते रहे. मतलब ये व्यवस्था का काम जो है वो सीमित किधर तक था? കാരണം ഈ ന്യായപ്രമാണത്തിന്റെ ഒരു യുഗം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു യുഗം തുടങ്ങാൻ പോവാ. क्योंकि एक व्यवस्था का युग के बाद एक दूसरा युग शुरुआत होने वाला है. അപ്പൊ ന്യായപ്രമാണത്തിന്റെ യുഗം യോഹന്നാൻ വരെ ഉള്ളായിരുന്നു. और व्यवस्था का युग जो है वो सिर्फ और सिर्फ यूहन्ना तक था सीमित. കാരണം യോഹന്നാൻ വന്നിട്ട് എന്ത് ചെയ്തു? और यूहन्ना आगे क्या किया? യോഹന്നാൻ സ്നാപകൻ നമ്മളറിയാം. യോഹന്നാന്റെ സുവിശേഷം മത്തായി സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനാണ് ആദ്യമായിട്ട് വന്ന് പറഞ്ഞത് 3-ാം വാക്യം, മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. और ये यूहन्ना ही वो व्यक्ति है जो आकर कहा कि स्वर्ग का राज्य निकट आ गया है, मन फिराओ. അപ്പം യോഹന്നാൻ സ്നാപകൻ, അപ്പം ആ സമയം വരെ യോഹന്നാൻ സ്നാപകന്റെ മുമ്പേ വരെ എന്തായിരുന്നു? ഒരു ന്യായപ്രമാണത്തിന്റെ സമയമായിരുന്നു, പഴയ നിയമത്തിന്റെ വിഷയമായിരുന്നു, വേറെ ഒരു യുഗത്തിന്റെ അവസ്ഥയായിരുന്നു. അത് മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ അവസ്ഥയായിരുന്നു. क्योंकि यूहन्ना के पहले वो अवस्था था जो व्यवस्था और जो भविष्यवक्ताओं के समय था. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ആദ്യം വന്നിട്ടാണ് മാനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് തുടങ്ങിയത്. लेकिन यूहन्ना ही वो व्यक्ति है जो पहला आया और कहा कि मन फिराओ क्योंकि स्वर्ग का राज्य निकट आ गया है. നമ്മുടെ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ കർത്താവ് എന്താ പറഞ്ഞിട്ടാ തുടങ്ങിയത്? जब हमारा प्रभु का सेविका शुरुआत हुआ तो प्रभु किस तरह का बातें कर शुरुआत किया? നമുക്കറിയാം യേശു എന്താ പറയുക? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിലാണ് കർത്താവ് 40 ദിവസം ഉപവാസം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവന് ശുശ്രൂഷ തുടങ്ങാൻ പോവാ.
हम देखते हैं उसका 40 दिन का वो उपवास के बाद उन्होंने उनका सेविका शुरुआत करने के वो जा रहे थे, तभी वो अब इस प्रकार कहता है. 3.5 വർഷത്തിന്റെ കർത്താവിന്റെ ആ ശുശ്രൂഷ കർത്താവ് ചെയ്യുമ്പോൾ അവൻ ആദ്യത്തെ സംസാരം എന്തോ പറഞ്ഞേ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതാ എന്താ പറഞ്ഞു? മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. तो यूहन्ना जो प्रचार किया वही प्रचार, वही जो है वो बात शुरुआत कर मसीह का भी 3.5 साल का जो सेविका वो शुरुआत हो रहा है. इस तरह शुरुआत हुआ कि मन फिराओ क्योंकि स्वर्ग का राज्य निकट आया है. അപ്പൊ ഈ സ്വർഗരാജ്യത്തിനെ പറ്റി കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആർക്ക് ഫോക്കസ് ചെയ്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ये स्वर्ग राज्य के विषय में जब भी प्रभु कहते समय में कौन से व्यक्ति लोगों को या कौन से झुंड को सामने रखते नजर करते हुए ये कहा गया है? അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഇസ്രായേലിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞത്, ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ശമേരിയയിലോ അന്യജാതികളുടെ ഇടയ്ക്ക് നിങ്ങൾ പോവല്ലേ, നിങ്ങൾ ഇസ്രായേലിന് മാത്രം ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ സുവിശേഷം പറയണം. इसीलिए प्रभु ने कहा कि तुम समरिया और अन्य जातियों के बीच में न जाए, क्योंकि मैं खोई हुई भेड़ों के बीच में मैं आया हूँ, मैं इस्राएलों के लिए आया हूँ करके. क्योंकि ये राज्य का जो समाचार है, स्वर्ग राज्य का जो समाचार है, वो यहूदियों के बीच में बांटा जाता है. എന്നാൽ അന്യജാതിക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷം നമ്മൾ പറഞ്ഞു കൊടുത്തത് യഥാർത്ഥമായിട്ട് പൂർണ്ണമായിട്ട് ശരിക്കുമായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് വെളിപ്പാടായിട്ട് പറഞ്ഞതാണ് പൗലോസ്. तो अन्य जातियों के विषय में जो सुसमाचार है वो सचमुच बहुत अच्छी तरीके से कहा है प्रेरित पौल. നമുക്കറിയാം അനന്യ കർത്താവ് പൗലോസിനെ ദമസ്കോസിൽ വെച്ച് പ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് हमें पता है जब ये पौल को जब दमस्कोस में जब मसीह का प्रकटीकरण मिला, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ എന്നിട്ട് പൗലോസ് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. കർത്താവിന്റെ ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കർത്താവ് അനന്യാസിന് ഇടപെട്ടിട്ട് പൗലോസിന്റെ അടുത്ത് പോവാൻ കർത്താവ് അനന്യാസിനോട് പറഞ്ഞു. तो अनन्यास से प्रभु मुलाकात करता है और कहता है कि तू पौलुस के पास जा. എന്നിട്ട് അനന്യാസിനോട് എന്തോ പറഞ്ഞു? അതിന്റെ 9-ന്റെ 15-ാം വാക്യത്തിൽ और 9:15 में हम देखते हैं, വായിക്കാവോ മലയാളത്തില്? അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് ആദ്യം അവന് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആദ്യം അവൻ ഇസ്രായേലിന്റെ ഇടയിൽ തന്നെ ആയിരുന്നു. എന്നാൽ പിന്നെ അവൻ എന്ത് ചെയ്തു? ജാതികൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പോസ്തലനായി മാറി. देखो वो इजरायलियों के लिए ही वो उसने पहले तो काम किया है, उनका नाम उधर ही प्रकट किया है, लेकिन वो एक अन्य जाति का प्रेरित बन गया, जिसके वजह से वो अन्य जातियों के बीच में ये उनका नाम प्रकट करने का मौका मिला. അവൻ എപ്പോഴാണ് അന്യജാതിയിലോട്ട് തിരിഞ്ഞത്? और वो अन्य जाति की ओर कभी मुड़ा? നമ്മൾ അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ प्रेरित का 13वां अध्याय में जब हम देखते हैं, 46-47 उसका 46 और 47 में हम पढ़ते हैं, യഹൂദന്മാർ എന്ത് ചെയ്തു? കർത്താവിനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവര് തുച്ഛീകരിച്ചു. यहूदी ने क्या किया? वो मसीह का जो वचन को उन्होंने तुच्छ समझा. 46-47 വായിക്കാവോ മലയാളത്തില്? അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങൾ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അടുത്ത വാക്യം. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പൗലോസ് ഈ അനുഭവത്തിലായോണ്ട് അതുകൊണ്ട് അപ്പൊ ആദ്യം യഹൂദികളോട് അവൻ പറഞ്ഞു, അവർക്ക് അവസരം കൊടുത്തു. എന്നാൽ അവർ ഈ നിത്യജീവന്റെ സുശേഷത്തെ അവർ തുച്ഛീകരിച്ചോണ്ട് അവർ പറയും ഇനി അന്യജാതികളോട് നമ്മൾ തിരിയുവാണെന്ന്. देखो हम देखते हैं प्रेरित पौल पहले तो यहूदियों के विषय में उन्होंने ये समाचार बांटा, लेकिन जब ये राज्य ये जो अनंत काल का जो समाचार है जब वे लोगों ने तुच्छ किया, तभी वो कहता है कि अभी हम अन्य जाति की ओर फिरते हैं. നമുക്കറിയാം കാരണം ആ സമയത്ത് അന്യജാതികളോട് സുവിശേഷം പറയുന്ന ഒരു ലജ്ജ ഉള്ള ഒരു കാര്യം. അത് ആരും സുവിശേഷം അന്യജാതികളോട് ആരും സംസാരിക്കില്ലായിരുന്നു. क्योंकि हम देखते हैं उस समय में अन्य जातियों से कोई नहीं बात करता था, क्योंकि उस समय में अन्य जातियों से समाचार बांटना ये एक बहुत ही नीचा अवस्था देखा जाता था. അത് യഹൂദികൾക്ക് ലജ്ജ വരും സംസാരിച്ചു കഴിഞ്ഞാൽ.
वो यहूदी जब भी ऐसे बात करते वक्त यहूदी लोग वे लोग ठट्ठा उड़ाते थे, वे लोग को अनादर का ऐसा अनादर महसूस होता था। എന്നാൽ പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. लेकिन प्रेरित पौल कहता है कि मैं सुसमाचार बांटने के लिए मैं लज्जित नहीं हूँ। അവിടെ നമ്മള് അതിന്റെ 2 തിമോത്തി അതിന്റെ 1-ാം അധ്യായം, दूसरा तिमोथी उसका पहला अध्याय, അതിന്റെ അവിടെ 11-ഉം 12-ാം വാക്യത്തിൽ അവൻ പറയുന്നുണ്ട് കർത്താവ് എങ്ങനെ എന്നെ ജാതികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു പ്രേരിതരാക്കിന്ന് അവിടെ പറയുന്നുണ്ട്. किस तरह मसीह ने मुझे जातियों के बीच में एक प्रचारक ठहरा है करके वो उधर कहता है। അതിന്റെ 11-ഉം 12-ഉം വാക്യം മലയാളത്തില് 11-12 पढ़े मलयालम में। 2 തിമോത്തി 1-ന്റെ 11-ഉം 12-ഉം. ആ സുവിശേഷത്തിൽ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. അവന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. 11-12 पढ़े। जिसके लिए मैं प्रचारक और प्रेरित और उपदेशक भी ठहरा, इस कारण मैं इन दुखों को भी उठाता हूँ, पर लज्जाता नहीं, क्योंकि मैं उसे जिसकी मैंने प्रतीति की है जानता हूँ, और मुझे निश्चय है कि वह मेरी छाती की उस दिन तक रखवाली कर सकता है। അവിടെ 11-ാം വാക്യം പിന്നെ മലയാളത്തിൽ വായിക്കാവോ? ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ജാതികൾക്ക് വേണ്ടി നിയമിച്ചത് അങ്ങനെ ഇല്ലല്ലേ? ഇല്ല, അങ്ങനെ അത് ഹിന്ദിയിലും ഇല്ല, മലയാളത്തിലും. എന്താ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ 11-ലുണ്ട്, whereunto I am appointed a preacher and an apostle and a teacher of the Gentiles. ഞാൻ ജാതികൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് നിയുക്തപ്പെട്ട ഒരു അപ്പോസ്റ്റലാണ് ഞാൻ. तो मैं उस तरह का एक प्रेरित हूँ जो मैं जातियों के लिए मैं नियुक्त किया गया हूँ, एक प्रचारक के समान, एक प्रेरित के समान और एक उपदेश के समान। അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം ഇതെനിക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം എനിക്കറിയാം എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, എന്നെ തെരഞ്ഞെടുത്ത ഏത് ദൈവം എന്നെ തെരഞ്ഞെടുത്തോ അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ലജ്ജയില്ല. इसके लिए इस बात में मैं कभी लज्जित नहीं होता हूँ, परंतु मैं तो घमंड करता हूँ, क्योंकि मसीह ने मुझे इस बात के लिए मुझे चुना है। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ വചനത്തിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്വപ്പെട്ട് നമ്മൾ കർത്താവിന്റെ വചനത്തിന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, കാരണം കർത്താവ് വചന മുഖാന്തരമാണ് നമ്മളോട് സംസാരിക്കുന്നത്. हाँ प्रियो, इसीलिए जब भी हम उसके वचन के उपस्थिति में जब हम अपने आप को नम्र करते हैं तो प्रभु उनके वचन के द्वारा हमसे बात करता है प्रियो। എന്നാൽ നമ്മൾ ഏത് വചനം നമ്മൾ സമയത്ത് നമ്മൾ വായിക്കണം എന്നുള്ള നമുക്ക് ശരിക്കുമുള്ള ഒരു യഥാർത്ഥ ബോധം നമുക്ക് വേണം. तो कभी हमें वो वचन किस प्रकार पढ़ना है और कभी पढ़ना है करके ये बोध्य जो है वो हमें अच्छी तरह से होना चाहिए। ഉൽപ്പത്തി പുസ്തകം തൊട്ട് മലാക്കി പുസ്തകം വരെ അത് പഴയ നിയമത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ പുസ്തകങ്ങളാണ്. उत्पत्ति से मलाकी तक जो भी पुस्तक है वो व्यवस्था का एक पुराना नियम का एक पुस्तक है। അപ്പൊ അത് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവ് ഉദ്ദേശിച്ച് സംസാരിച്ചതാണ്. और खास रूप से वो इजराइल लोगों के विषय में वो उधर लिखा गया है वो बातें। എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മള് ചിലപ്പോ നമുക്ക് ആ അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകും. पवित्र आत्मा लेकिन उस बातों से हमें शायद गुजर आ सकता है। എന്നാൽ പുതിയ നിയമത്തിലുള്ള അവസ്ഥ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സഭയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പറയുന്നത് പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളാണ്. लेकिन नए नियम का एक विश्वासी होने के नाते हमें खास रूप में प्रेरित पौल का जो लेखा है वो हमें जो पत्र है वो हमारे लिए है। നമ്മൾ എപ്പോഴും അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം എടുക്കുമ്പോൾ നമ്മള് റോമ ലേഖനം തൊട്ട് ഫിലിമോന്റെ ലേഖനത്തിലുള്ള നമ്മൾ കൂടുതൽ സമയം അതിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. तो इसके लिए ज्यादा से ज्यादा समय हम जो है वो रोमी का पुस्तक से लेके फिलेमोन के पुस्तक तक हमें वो जो समय है वो ज्यादा हमें उधर बिताना है। നമ്മൾ ഫാമിലി പ്രെയർ ചെയ്യുമ്പോഴുള്ള പ്രെയർ എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ സങ്കീർത്തനമോ ഉൽപ്പത്തി പുസ്തകമോ വേറെ പുസ്തകങ്ങൾ പഴയ നിയമം വായിക്കുന്ന കുഴപ്പമില്ല. എന്നാൽ പേഴ്സണൽ സമയം കർത്താവ് നമ്മളായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ പോയിരുന്ന കർത്താവ് നമ്മളോട് സംസാരിക്കുന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ ആ പഴയ നിയമത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു സീമയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ വെളിപാടിന്റെ ആ ഭണ്ഡാരം. देखते हैं कि ये जब भी हम फैमिली में जब भी हम प्रार्थना करते हैं तो तभी तो हम शायद पुराने नियम का कोई पुस्तक लेकर पढ़ते होते, उसमें तो कोई बात नहीं है ऐसा पढ़े तो। लेकिन जब भी हमारा जब भी व्यक्तिगत रूप में प्रभु का रिश्ता के सामने जब भी हम आते हैं तो नए नियम के कुछ पुस्तकों को लेकर अगर हम अच्छी तरफ से ध्यान पूर्वक पढ़े तो उसमें बहुत आशीष का भंडार छुपा हुआ है
बल्कि हम एक पुराने नियम की एक पुस्तक लेकर पढ़े, उससे हम अगर तुलना करें तो नए नियम के पुस्तक में ज्यादा भरपूरी से भंडार है। നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യർ ലേഖനം 3-ാം അധ്യായം. एक और वचन मैं पढ़ना चाहता हूँ, इफिसियों का पुस्तक उसका 3रा अध्याय, അതിന്റെ 1 തൊട്ട് 3 വരെ നമ്മൾ വായിക്കുമ്പോൾ उसका 1 से 3 तक जब हम पढ़ते हैं. മലയാളത്തിൽ വായിക്കാവോ? എഫേസ്യർ ലേഖനം ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മതി മതി മതി. അപ്പൊ അവിടെ പൗലോസോട് ഒരു കാര്യം പറയുവാണ്, എനിക്ക് വെളിപ്പാടാൽ എനിക്കൊരു മർമ്മം കിട്ടിയിട്ടുണ്ട്. तो प्रेरित पौलुस उधर एक बात उधर कहता है कि एक प्रकाश, एक प्रकटीकरण से मुझे एक मर्म जो है वो प्रकट हुआ. भेद मिला. ഈ മർമ്മം എനിക്ക് ഇത് ആർക്ക് വേണ്ടിയിട്ട് മാത്രമാ? और वो किसके लिए है? ഇത് അന്യജാതികൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. और सिर्फ वो अन्य जातियों के विषय में ही है. ഈ കാര്യം ഇത് അതിന്റെ 5-ാം വാക്യം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? പഴയ നിയമത്തിൽ ഇത് ആർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇത് പഴയ നിയമത്തിന് വേണ്ടിയിട്ടുള്ളവർക്കല്ല, ഇപ്പം പുതിയ നിയമത്തിലുള്ള ജാതികൾക്ക് വേണ്ടി വന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉള്ള ഒരു കാര്യമാണ്, സഭയെ പറ്റിയിട്ടുള്ള കാര്യമാണ്. क्योंकि वो पुराने समय में वो देखते हैं जो और समय में मनुष्यों की संतानों को ऐसे नहीं बताया गया था जैसा कि आत्मा के द्वारा अब उसके पवित्र प्रेरितों और भविष्यवक्ताओं पर प्रकट किया गया. मतलब पुराने नियम में वो इस प्रकार का जो प्रकटीकरण है उस भविष्यवक्ताओं को नहीं दिया गया था, लेकिन इस समय में हम देखते हैं इस प्रकार का आत्मा का जो प्रकटीकरण है वो मिल चुका है. അതെന്താണ്? 6-ാം വാക്യം. वो क्या है? സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ശരീരസ്ഥരും പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അതായത് ജാതികളും എന്താകണം? ക്രിസ്തുവിൽ. ജാതികൾ യേശുവിലല്ല, ക്രിസ്തുവിൽ. പുനരുദ്ധാനപ്പെട്ട് ക്രിസ്തു യേശുവിലാണ് നമ്മള് കൂട്ടാളികളും ശരീരത്തിന്റെ അംഗവും. അവന്റെ വാഗ്ദാനത്തിൽ എല്ലാ വിഷയത്തിൽ നമ്മൾ ഒന്നാകാൻ വേണ്ടിയിട്ട് ഈ ജാതികളെ അറിയണം. ഇതൊന്നും പൂർവ്വകാലത്തിൽ അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ ഇതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ. और ये पूर्व काल में ये बात प्रकटीकरण ये प्रकट नहीं हुआ था, लेकिन नए नियम जब हम पढ़ते हैं और उसके बातों को और भेदों को जब हम समझते हैं तो ही ये सुसमाचार के द्वारा अन्य जातीय लाग मिरास में साजी और एक ही देह के और प्रतिज्ञा के भागी है. तो इस प्रतिज्ञा का अगर एक भागी बनना है और ये भेद को अगर समझना है तो अन्य जातियों के विषय में ये नए नियम को समझना बहुत जरूरी है. അടുത്ത വാക്യം കൂടെ, 8-ാം വാക്യം കൂടെ. वचन 8. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും. മതി. ഇത് ഈ വിഷയം പൗലോസിന് കിട്ടിയ ഈ വെളിപ്പാട് ഇതൊരു അപ്രമേയം ഒരു ധനമാണ്. प्रेरित पौल को ये जो बातें मिली है, ये जो प्रकाश मिला है, प्रकटीकरण मिला है, ये एक अगमय धन है. ഈ അപ്രമേയ ധനം എന്ന് പറഞ്ഞാൽ ഇത് അൺസർച്ചബിൾ റിച്ചസ്. അത് പറഞ്ഞാൽ തേടിയാലും കിട്ടാത്ത ഒരു കാര്യമാണ് പൗലോസിന് കിട്ടിയത്. ഈ പൗലോസ് എന്ത് ചെയ്തു? പുതിയ നിയമത്തിൽ നമുക്ക് തന്നു. और ये इस तरह का अगमय धन है जो खोजे जाने से भी मिलता नहीं है. ये इस प्रकार का जो धन जो है वो प्रेरित होने के नाते, अन्य जाति का प्रेरित होने के नाते हमें दिया है. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ പേഴ്സണൽ ടൈം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വചനത്തിന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പഴയ നിയമത്തിന് നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ നിയമത്തിന്റെ അപ്രമേയമായ ധനം നമുക്ക് കിട്ടുമോ? तो जरा सोचिए भाइयों, अगर हम ये हमारा जो व्यक्तिगत रूप का जो समय जो बिताते हैं प्रभु के साथ, तो अगर हमारा जो कीमती समय जो है अगर हम नए नियम में अगर ज्यादा गुजारे तो कितना अच्छा होगा, बल्कि हम पुराने नियम में अगर गुजारे तो इसका आशीष हमें कितना कम मिलता है. प्रिय, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് ആ യൗവനന്മാർ അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ ഒരു കാര്യം പറയുന്നത്. 12-ാം അധ്യായത്തിൽ യോന का सुसमाचार उसका 12वां अध्याय में हम देखते हैं, ഇപ്പോൾ മനുഷ്യപുത്രന് തേജസ്കരിക്കാനുള്ള സമയമായി. अभी जो है वो मनुष्य पुत्र को महिमा में होने का समय हो चुका है. കാരണം എന്താ? ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ച് പുനരുദ്ധാനമായി കഴിഞ്ഞാൽ, ക്രൂശിന്റെ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്യജാതികൾക്കും ഈ വലിയ ഒരു പ്രവൃത്തി, കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമാകാനും ഈ അപ്രമേയ ധനം അറിയാനുള്ള ഭാഗ്യം കിട്ടും.
അതുകൊണ്ട് ഈ യൗവനക്കാരെ നിങ്ങൾ വന്ന യൗവനക്കാരെ നിങ്ങൾ ഇച്ചിരി നേരം കാത്തിരിക്കുക, നിങ്ങൾക്ക് ഇനി വലിയൊരു കാര്യം കിട്ടാൻ പോവാ. तो ये यूनानी जो आए हैं वे लोगों को कहता है कि तुम थोड़े देर ठहरो, क्योंकि एक बहुत बड़ा एक बात इधर प्रभु करने वाला है, क्योंकि प्रभु के मृत्यु के द्वारा ये अन्य जातियों को भी ये एक मौका और अवसर मिल जाता है कि इस बातों का ज्ञान और प्रकटीकरण मिले. അപ്പൊ അതുകൊണ്ട് എന്താ വേണം 24-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തട്ടേ അത് ജീവൻ ഉൽപ്പാദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫലം ഉൽപ്പാദിക്കാൻ പറ്റുള്ളൂ. और इसी तरह हम पढ़ते हैं 24वां अध्याय में कि 24वां वाक्य में कि तब एक गेहूं का दाना भूमि में पड़कर मर नहीं जाता, वो अकेला रहता है, परंतु जब मर जाता है तो बहुत फल लाता है. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമി, കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആ നിത്യജീവത്തിന്റെ അനുഗ്രഹം, പുതിയ നിയമത്തിന്റെ അനുഗ്രഹം, സഭാ ജീവിതത്തിന്റെ അനുഗ്രഹം, ആ അപ്രമേയ ധനം നമുക്ക് കിട്ടാൻ വേണ്ടി, ജാതികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്ന് ഭൂമിയിൽ മരിച്ചത്. तो ये नए नियम का आशीष या अनंत काल का ये आशीष, ये सुसमाचार का ये जो आशीष जो है वो हमें मिलने के लिए प्रभु यीशु मसीह इधर आकर मरना पड़ा भाइयों. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हमारा मदद